Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ചാപ്റ്ററില് ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു പോർഷനും കൂടി ഇനി എടുക്കാനുണ്ട്. ആ ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്? ഇപ്പൊ നമ്മൾ ഒരു ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഒരു ലബോറട്ടറി അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ദെൻ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ലാബ് മാനേജറിന്റെ ജോബ്സ് എന്താണ്, ലാബ് മാനേജർ ചെയ്യുന്ന ഡ്യൂട്ടീസ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ സ്വയം ഒന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അല്ലെ, അതായത് എന്താണ് ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റുകൾ അല്ലെ, ഗുണനിലവാര പ്രോഗ്രാമിന്റെ രൂപരേഖകളൊക്കെ എന്ത് ചെയ്യുക, ആ പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. Then, second one, contact with nursing and other hospital staff whenever needed. അല്ലെ, അതായത് നഴ്സിംഗ് സ്റ്റാഫിനായിട്ടും മറ്റും അവർക്ക് ആവശ്യമുള്ളപ്പോൾ, ഇപ്പൊ മാനേജ്മെന്റിന് എപ്പോഴാണോ അല്ലെങ്കിൽ അവരുടെ ആവശ്യം വരുന്നത്, അങ്ങനെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരെ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. Then, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇംപ്ലിമെന്റ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. അതായത് ഏതെങ്കിലും നിർദ്ദിഷ്ടമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയുമായി ബന്ധപ്പെട്ട പോളിസീസും മറ്റും അങ്ങനെ ആ ഒരു നയങ്ങളും എല്ലാം എന്ത് ചെയ്യാം, നടപ്പിലാക്കുക. ചാപ്റ്റർ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെയിം ചാപ്റ്റർ തന്നെ, ലബോറട്ടറി സർവീസ്. അതിന്റെ ലാസ്റ്റ് പോർഷൻ മറന്നുപോയോ ചാപ്റ്ററിന്റെ പേരൊക്കെ? ഓക്കെ. Then, next point, access, observe, track and track technical and employee performance. അല്ലെ, അതായത് ആക്സസ് ചെയ്യുക മീൻസ് ടെക്നിക്കൽ ആയിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ള തൊഴിൽ പ്രകടനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക, വിലയിരുത്തുക, അത് നിരീക്ഷിക്കുക. Then, arrange on-site training for new and existing staff members. അല്ലെ, അതായത് സ്റ്റാഫിന് ഒരു എന്താണ് ഓൺസൈറ്റ് പരിശീലനം നൽകുക. അവിടെ തന്നെയുള്ള അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങളും ലാബുകളിൽ ആ സ്റ്റാഫുകൾക്ക് നൽകുക. പുതിയ സ്റ്റാഫൊക്കെ വരുമ്പോൾ ട്രെയിനീസ് ഒക്കെ എടുക്കില്ലേ, അതുപോലെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. Then, discharge additional duties and assigned in support of laboratory operations. അല്ലെ, അതായത് നമുക്കറിയാം ലബോറട്ടറി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലകളൊക്കെ നിർവഹിക്കുക. Then, extended customer service to include all international and external customers. Then, ആന്തരികവും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉപയോഗ സേവനം. അതായത് എക്സ്റ്റേണൽ കസ്റ്റമറും ഇൻക്ലൂഡ് ഇന്റേണൽ കസ്റ്റമറും, പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സും സെപ്പറേറ്റ് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അതിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു പ്രവർത്തനങ്ങൾ, ലാബിന്റെ പ്രവർത്തനങ്ങൾ അവർക്കും കൂടി പ്രാവർത്തികമാക്കി നൽകുക. Make sure that communication of laboratory data and appropriate result reporting. അല്ലെ, അതായത് എന്താണ് ആശയവിനിമയവും, അല്ലെ, അതായത് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയവും അതുപോലെ തന്നെ ഡാറ്റ അല്ലെ, ആശയവിനിമയവും ഉചിതമായിട്ടുള്ള റിസൾട്ടും നൽകുക. നമുക്കൊരു ലാബിൽ എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് വേണ്ടത് അല്ലെ. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഇന്ന ടെസ്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട് ലാബിൽ അല്ലെ, ഇന്ന നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, ഇങ്ങനെയുണ്ട്, നോർമൽ ആണോ അല്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ നമ്മൾ റിസൾട്ട് ചോദിക്കും. അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം നൽകേണ്ടത്. Then, release sample to laboratory staff and communicate due dates and turnaround times. അതായത് ലബോറട്ടറി ജീവനക്കാർക്ക് ആ ഒരു സാമ്പിളുകൾ, അതായത് നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാമ്പിൾ കൊടുക്കില്ലേ, അപ്പൊ ആ സാമ്പിളുകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആ ഒരു റെക്കോർഡും ആ ടൈമും ഡേറ്റ് ഒക്കെ അവരുടെ ആ ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തണം. നമ്മൾ പറഞ്ഞ അവിടെ ഒരു റെക്കോർഡ് ഉണ്ടത്, അപ്പൊ സാമ്പിൾ കൊടുക്കുന്ന ഡേറ്റും ടൈമും ഒക്കെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യണം. ടേൺ അറൌണ്ട് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ എടുക്കുന്ന ഒരു സമയത്തിനാണ് ഈ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. മീൻസ് അതിന്റെ റിസൾട്ട് എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ആ ഒരു ഇതിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.
Then guide the handling and resolution of complex issues and complaints. അല്ലെ, അതായത് എന്തെങ്കിലും ഇഷ്യൂസോ കംപ്ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അതിന്റെ ഒരു പരിഹാരം കാണുകയും ചെയ്യണം. ഈ ലാബിൽ ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പോ എന്തെയും പേഷ്യൻസ് വന്നിട്ട് ലാബ് മാനേജർ അടുത്താണ് റിപ്പോർട്ട് ചെയ്തത്, ഇങ്ങനെ അത് മിസ്റ്റേക്കിൽ വന്നു, അവര് വേറൊരു ലാബിൽ ചെയ്തപ്പോൾ ചിലപ്പോൾ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ചിലപ്പോൾ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പോ അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ലാബ് മാനേജർ ആയിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിനുള്ള റീസൊല്യൂഷൻ കാണേണ്ടതും. Then responsible for all employees who are working at labs on demand facilities. ഇനി അതുപോലെ തന്നെ ലാബിൽ വർക്ക് ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിന്റെ അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടത് ആരാണ്? ഈ ലാബ് മാനേജർ ആണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ. ഡിമാൻഡ്സ് മീൻസ് അവരുടെ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണോ സ്റ്റാഫുകളുടെ ആവശ്യം അതെല്ലാം എന്ത് ചെയ്യുക, നിറവേറ്റി കൊടുക്കുക. Then ensure adherence with the federal, state and system regulation to provide operation. അതായത് എന്താ പറയുന്നത്, മീൻസ് ഒരു എന്താ പറയാ ഫെഡറൽ സിസ്റ്റം, അതായത് ആവശ്യമുള്ളതിന് റെഗുലേഷൻസും പ്രൊവൈഡ് ഓപ്പറേഷൻസും മീൻസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസും റൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻഷൂർ ചെയ്ത് കൊടുക്കുക. Assure compliance with all corporate policy procedures in the laboratory. എന്തെങ്കിലും നമുക്കറിയാം, ഇപ്പൊ കോർപ്പറേഷൻ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുക, ഉറപ്പാക്കി കൊടുക്കുക. മീൻസ് പോളിസീസ്, ലാബിന്റെ പ്രവർത്തനങ്ങളും നയങ്ങളും പാലിക്കുന്നത് ഉറപ്പാക്കി കൊടുക്കുക. Enlarge the lab's research portfolio by helping the develop new research projects and proposals. അതാണ് ഇപ്പൊ പുതിയ എന്തെങ്കിലും റിസർച്ച് പരിപാടികളൊക്കെ നടപ്പിക്കാനോ അല്ലെങ്കിൽ വികസിപ്പിക്കാനായിട്ട് സഹായിച്ചുകൊണ്ട് ലാബിന്റെ പോർട്ട്ഫോളിയോ വലുതാക്കുക. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? ലാബിന്റെ പ്രവർത്തനങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ അത് റിസർച്ച് ചെയ്യാനും മറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ഈ പോർട്ട്ഫോളിയോ അതൊന്ന് ഡെവലപ്പ് ചെയ്യുക. Then set up and keep all laboratory records in accordance with the specifications. അതായത് എന്ത് ചെയ്യുക, ഓരോ എന്താണ് സെറ്റപ്പ് ആൻഡ് കീപ് റെക്കോർഡ് അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. അതായത് നമുക്കറിയാം ഈ ലാബില് എന്താണ് ഒരു ലാബിന്റെ റെക്കോർഡുകൾ എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്ത് വെക്കുക. മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻ. അതുപോലെ തന്നെ ലാബ് സെക്ഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ ലാബില് ഓരോ എന്തെങ്കിലും എക്യുപ്മെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോ സിറഞ്ചോ നീഡിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സജസ്റ്റ് മെഷർ ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. അല്ലെ, അതായത് ടെസ്റ്റിംഗ് നടപടിക്രമങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് ഉപകരണങ്ങൾക്ക് ആവശ്യങ്ങൾ എന്നിവ അതിനൊക്കെയുള്ള ആവശ്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക. എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയാണോ നടപടിക്രമങ്ങൾ, പോളിസീസ് എങ്ങനെ പാലിക്കണം എന്നൊക്കെ സ്റ്റാഫുകൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ലാബില് ആ ഒരു ഡിപ്പാർട്ട്മെന്റില് മീൻസ് അവിടെ വരുന്ന ചെലവുകളും വരവുകളും നിരീക്ഷിക്കുകയും അതിനെ വിശദീകരിക്കുകയും അവിടുത്തെ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുക. മീൻസ് ഓരോ എക്യുപ്മെന്റ് എടുക്കുമ്പോൾ എത്ര ക്യാഷ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന് എത്ര ഒരു ദിവസം പെറിന്റെ എത്ര എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് പേയ്മെന്റിലൂടെ എന്നൊക്കെ എന്ത് ചെയ്യുക, അതിനെല്ലാം നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന്റെ വിശകലനം അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടി കൂടിയുണ്ട് നമ്മളുടെ ലാബ് മാനേജർക്ക്. ഇത്രയും കാര്യങ്ങളാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കുറച്ച് കൂടുതലുണ്ട്, കുഴപ്പമില്ല, വലിയ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ഇത് ഇങ്ങനെ പഠിക്കുന്നുള്ള ഒരു ചിന്തയായിരിക്കും എല്ലാവർക്കും, അല്ലെ? ആണോ? ഓക്കെ, കുഴപ്പമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത്ര ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിൽ നിന്ന് എടുത്തെടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ബാക്കി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചറും അധികം എക്സ്പ്ലനേഷൻ തരാഞ്ഞത് കേട്ടോ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ തരാം കേട്ടോ. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയാണ്. കാരണം മൊഡ്യൂൾ
മൊഡ്യൂൾ 1 ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ വിട്ടു പോയിട്ടുണ്ട്, എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിങ്ങളോട്, ജസ്റ്റ് അതിന്റെ കോപ്പി ഓൾറെഡി കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ നോർമലി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്, അല്ലെ? ആക്സിഡന്റ് പോട്ടെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ മൈൻഡില് എന്തൊക്കെയാണ് നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾക്കൊന്ന് പറയാമോ? പറഞ്ഞോളൂ, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആരുല്ലേ പറയാൻ? ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന അഡ്മിറ്റ് ആക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ ഓക്കെ അല്ലെ, ആക്സിഡന്റ് അങ്ങനെയുള്ള കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അല്ലെ. അത് അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസ് ആണോ? അത് നമുക്ക് ഇൻസിഡന്റ് ആയിട്ട് പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരു പേഷ്യൻസ് ആണ് അല്ലെ. ഇനി എവിടെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? ഹോസ്പിറ്റലിന്റെ ഏത് ഏരിയയിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നോർമലി ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ആംബുലൻസിനാണ് കൊണ്ടുവരുന്നത്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇനി അത് വർക്കിംഗ് ആയത് എപ്പോഴൊക്കെയാണ്? 24 hours ആണോ, അല്ലെങ്കിൽ ടൈമിംഗ് ഒക്കെ ഉണ്ടോ ഡോക്ടേഴ്സിന്? 24 hours ഉണ്ട് അല്ലെ. ഇപ്പൊ നൈറ്റ് ആയാലും എപ്പോ വേണമെങ്കിലും ഇതുപോലെ ആക്സിഡന്റ് കേസുകളും മറ്റു എമർജൻസി ആയിട്ടുള്ള കേസുകളൊക്കെയാണ് നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് അത്ര ഭയങ്കര അത്യാവശ്യത്തെ നിലയിൽ വരുന്ന ഇപ്പൊ ആക്സിഡന്റോ മറ്റും അങ്ങനെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു 24 hours അവിടെ അവൈലബിൾ ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ആളെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏരിയയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോക്കാം ഇൻട്രൊഡക്ഷൻ. The accident and emergency department. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ മെഡിക്കൽ ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത് A and E എന്നാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോളൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് A and E. അപ്പോ എക്സാമിൽ ചിലപ്പോ A and E സ്റ്റാൻഡ് ഫോർ എന്താണെന്ന് ചോദിക്കാം. അപ്പോ എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി. കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, assess that treats people with major trauma, serious injuries and illness and those it's needed emergency treatment. അപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ ട്രീറ്റ് ചെയ്യുന്ന പീപ്പിൾസ് എന്തൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. മേജർ ട്രോമ. എന്ത് ട്രോമ പേഷ്യൻസ്? ഓർമ്മയുണ്ടോ? ട്രോമ പേഷ്യൻസ് എന്തായിരുന്നു? വലിയ വീഴ്ചകളോ അല്ലെങ്കിൽ മറ്റു വലിയ ആഘാതങ്ങളോ ഉള്ള പേഷ്യൻസ്. ഓക്കെ, സീരിയസ് ഇഞ്ചുറീസ്, ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൽനെസ്, ഗുരുതരമായിട്ടുള്ള അസുഖം അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ ട്രീറ്റ്മെന്റ്സ് നൽകുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. 24 hours ഓൾറെഡി വർക്കിംഗ് ആണ്. ഇറ്റ് എമർജൻസി പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, persistent chest or abdominal pain, a stroke, breathing difficulties are also treated. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇനി പറയുന്നത്. നോക്കാം, നമ്മൾ പറഞ്ഞു മേജർ ട്രോമ, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, അതുപോലെ തന്നെ വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ്, കൂടാതെ വരുന്ന എന്തൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനെയാണെന്ന്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, എന്താണ്? അബോധാവസ്ഥയിലായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ അല്ലെ. ഇപ്പൊ ബോധം കിട്ടു വീണു, ചിലപ്പോ മീൻസ് അബോധാവസ്ഥയിലാണ്, ആള് ബോധം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവര്, അതായത് ലോസ് ഓഫ് ബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥ. അതുപോലെ തന്നെ
കൺഫ്യൂഷൻസ് മീൻസ് ആശയക്കുഴപ്പം എന്നൊക്കെ പറയാം അല്ലെ. അതായത് മൈൻഡ് നമ്മൾ റിലേ പോയി എന്നൊക്കെ പറയും അല്ലെ. ഒന്നും ഓർമ്മയില്ല അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ. പെർസിസ്റ്റൻസ് ചെസ്റ്റ്, അതായത് സ്ഥിരമായിട്ടുള്ള കഠിനമായിട്ടുള്ള നെഞ്ചുവേദന, എപ്പോഴും ഭയങ്കര നെഞ്ചുവേദന, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ തുടക്കമൊക്കെ വരുമ്പോഴാണ് ഈ നെഞ്ചുവേദനയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ, അതായത് ഇതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകൾ, അതുപോലെ സ്ട്രോക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ശ്വാസ തടസ്സം, ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നത്. Then it has alternative names. അപ്പോ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് തന്നെ പല പേരുകളിലും അറിയപ്പെടുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് മൂന്നെണ്ണോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി, then എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് ED, then എമർജൻസി റൂം ER. കാഷ്വാലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അല്ലെ. നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഓടിച്ചെല്ലുന്നത് കാഷ്വാലിറ്റിയിലേക്ക് അല്ലേ? ആണോ അല്ലേ? നിങ്ങള് കാഷ്വാലിറ്റി നമുക്ക് ഏറ്റവും അല്ലെ, നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നു, ഇപ്പൊ രാത്രി എന്തെങ്കിലുമൊക്കെ വന്നു അല്ലെങ്കിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യം പോകുന്നത് കാഷ്വാലിറ്റിയിലായിരിക്കും. ഡോക്ടറെ പോയിട്ട് ഡോക്ടറുടെ റൂമിലാണോ പോകുന്നത്? അല്ല അല്ലെ. അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അറിയപ്പെടുന്ന മറ്റു പേരാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ദെൻ എമർജൻസി റൂം. ഇതാണ് ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ച് സീരിയസ് ആയിട്ടുള്ള 24 hours അത് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പേഷ്യൻസിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. മേജർ ട്രോമ, സീരിയസ് ഇഞ്ചുറീസ് വരാം, അതുപോലെ തന്നെ അബോധാവസ്ഥയിലായിട്ടുള്ള ഒരു അവസ്ഥ, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ വരുന്ന പേഷ്യൻസ്, ചെസ്റ്റ് പെയിൻ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനേക്കാണ് നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി എവിടെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് അതാണ്. നോക്കാം. ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. താഴെ ആയിരിക്കും നമ്മളൊരു അത്യാസന്ന നിലയിൽ കൊണ്ടുവന്ന പേഷ്യൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എത്താൻ പറ്റുമോ? അവിടെ ആളെത്തുന്നതിന് ഉറപ്പില്ല അല്ലെ. അത്രയും ചിലപ്പോൾ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് മീൻസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന തരത്തിലായിരിക്കണം ആ ഒരു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലൊക്കേറ്റഡ് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. സെക്കൻഡ് വൺ, സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവേശന കവാടം ഉണ്ടാകും. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റിയിലോട്ട് എൻട്രൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ എമർജൻസി എൻട്രൻസ്, മെയിൻ എൻട്രൻസിൽ നിന്നും പ്രധാന ഒരു കവാടത്തിൽ നിന്നും ഒരു എമർജൻസി ആയിട്ടുള്ള എൻട്രൻസ് സെപ്പറേറ്റ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മള് റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാഷ്വാലിറ്റി നിന്ന് വളരെ വലുതാക്കി എഴുതിയിട്ടുണ്ടാവും. മീൻസ് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റി? ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാഷ്വാലിറ്റി ഗ്രൗണ്ട് ഫ്ലോറിലാണോ, അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ അല്ലെ. അതുപോലെ തന്നെ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഫ്രണ്ടിലൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടാകും. അതുപോലെ തന്നെ വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റനിങ് ആൻഡ് സൈൻസ് അല്ലെ. കാഷ്വാലിറ്റി വളരെ വലിയൊരു ഇതില് ലൈറ്റനിങ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈനുകളൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത്. ദെൻ ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്. നമ്മൾക്ക് വഴിയിൽ നിന്ന് റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കാഷ്വാലിറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഒരു ലൈറ്റ് ഒക്കെ ഇതായിട്ട് വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഇതിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും കൂടുതലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ കാഷ്വാലിറ്റി ഉള്ളത്. ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? നമ്മളിപ്പോ റോഡ് സൈഡിലൊക്കെ ഉള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ആ റോഡിൽ കൂടി പോകുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാഷ്വാലിറ്റി വളരെ വലുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് മീൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. Close to medical records department, elevators, radiology, laboratory, reduced operational cost and critical time. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇലാവേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് ലൈറ്റ്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. റേഡിയോളജി, ലബോറട്ടറിയുടെ ഒക്കെ അടുത്ത് തന്നെ ആയിരിക്കും. കാരണം ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുമല്ലോ ലബോറട്ടറി ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ അടുത്ത് തന്നെ ആയിരിക്കും ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്.
റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം, അതായത് കുറച്ച് പ്രവർത്തന ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ എന്താണ് നിർണായക സമയമാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാലും മുമ്പ് ചിലപ്പോൾ ആളത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആളുടെ ജീവൻ വരെ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ലൊക്കേഷൻസ് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളത്, വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷനും ലൊക്കേഷൻസും ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷനും ലൊക്കേഷനും വായിക്കാം. എ ആൻഡ് ഇ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ. ലൊക്കേഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക, എവിടെയാണ് ദെൻ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, വായിച്ചു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് പോകാലോ. നമ്മൾ എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് കണ്ടു. ദെൻ നമ്മൾ അതിന്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണെന്ന് കണ്ടു. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ, എങ്ങനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. 4 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം, ഏതായിരുന്നു ഈ ലാവറ്റേഴ്സ് എന്ന് വെച്ചാല് സോറി ലിഫ്റ്റില്ലേ, ലിഫ്റ്റിന്റെ സൗകര്യങ്ങള്. നേരത്തെ ലൈറ്റ് നടന്നു പറഞ്ഞത് കേട്ടോ, സോറി ലിഫ്റ്റ് ആണ് കേട്ടോ. ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലേ, അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, ഡിസൈൻ നോക്കാം. Entrance to emergency department should be sheltered to protect ambulance patients from the weather while unloading. അതായത് ആംബുലൻസിൽ നിന്നും ഇപ്പോ പേഷ്യൻസിന് നമ്മൾ ഇറക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോ ആംബുലൻസിലൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് കൊണ്ടുവന്നൊരു പേഷ്യൻസിന് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇറക്കിയാണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ രോഗിയില് ആ ഒരു കാലാവസ്ഥയിൽ വെതറിന്റെ ഇപ്പോ എങ്ങനെയാണ് ക്ലൈമറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ജസ്റ്റ് എന്താണ് ആ ഒരു നമ്മള് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനം സുരക്ഷിതമായിരിക്കണം. മീൻസ് എന്തെങ്കിലും തണുപ്പ് ഇതൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒരു പതപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ആളെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് വേണം അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ.
Then adequate reserved parking space for ambulance and cars of patients. അല്ലെ, ആരിപ്പോ ആംബുലൻസിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്വന്തം അവരുടെ ഓൺ വെഹിക്കിൾസിന് തന്നെയാണ് ഇപ്പോ കാറിനൊക്കെയാണ് വരികയെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ടായിരിക്കണം. Then adequate space for accommodating structures. അല്ലെ, അതുപോലെ തന്നെ എന്താണ് സ്ട്രക്ചേഴ്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. നിങ്ങള് ചില ഹോസ്പിറ്റലുകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുറത്തേക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് വീൽ ചെയർസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആശുപത്രിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഇങ്ങനെ സ്ട്രക്ചേഴ്സ് നിരത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീൽ ചെയറുകളൊക്കെ നിരത്തിയിട്ടുണ്ടാവും ഇല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആളെ അപ്പൊ തന്നെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത്. അല്ലെ, നമുക്ക് ആദ്യമൊക്കെ ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടായിരുന്നോ? അല്ലെ, നമ്മളിപ്പോ ഈ കോഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഇപ്പൊ കുറെ ഓരോ സെക്ഷനും നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഓരോ സെക്ഷനും പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ ആയിരുന്നു അല്ലെ, നമുക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ കിട്ടി വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് വീൽ ചെയർ കണ്ടിട്ടുണ്ടാവും, അപ്പൊ നമ്മൾ ഓർക്കും എന്തിനാ ഇതെല്ലാം കൂടി പുറത്തു കൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലെ, വിചാരിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, then ramps for wheelchairs and pedestrians access in case of raised platform. അതായത് എന്താണ് റാംസ് ഫോർ വീൽ ചെയർ ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ ദ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. ഇപ്പോ ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പെഡസ്ട്രിയൻസിനും കാൽനടക്കാർക്കും അല്ലെങ്കിൽ വീൽ ചെയർസ് കൊണ്ടുവരാനുള്ള ഒരു റാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? സ്റ്റെയർ അല്ലാത്ത രീതിയിൽ ഒരു റാംസ് പോലെ ഉണ്ടാവും, കുറച്ചിങ്ങനെ ഒരു കയറ്റം പോലത്തെ ഒരു സംഭവം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലുകളില്? വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകാനായിട്ട് സ്റ്റെപ്പിൽ കൂടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ലിഫ്റ്റിലല്ലാതെ ഒരു മീൻസ് എന്താ പറയാ ഒരു ഒഴുക്കം പോലെ അല്ലെ, ഒരു ചരിവ് പോലത്തെ ഒരു പ്രതലം ഉണ്ടാവും റാംസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റാംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഡിസൈൻസിൽ വരുന്നത്. സ്ലോപ്പ് പോലെ സ്ലോപ്പ് പോലെ കയറ്റം താഴത്തേക്ക് വരുമ്പോ സ്ലോപ്പാണ്. ഓക്കെ, അതാണ് ഡിസൈൻസിൽ പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം, മേജർ സ്പേസ് ഡിറ്റർമിനേഷൻ ഫോർ പ്ലാനിങ്. എന്തൊക്കെയാണ് അവിടെ ഒരു ഏരിയകൾ, എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലെ സ്പേസുകൾ വരുന്നത്. സ്പേസുകൾ തന്നെ നമ്മള് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഫങ്ഷണൽ ഏരിയാസ്, അതായത് ഫങ്ഷണൽ മീൻസ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ അതർ ഏരിയാസ്, മറ്റ് ഏരിയകൾ. നമുക്ക് നോക്കാം ഫങ്ഷണൽ ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ പ്രത്യേകം ഒന്ന് പഠിക്കണം, ഫങ്ഷണൽ ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതർ ഏരിയയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിക്കാം. എക്സാമിന് ചിലപ്പോ ഫങ്ഷണൽ ഏരിയയിൽ പെടാത്തതോ പെട്ടതോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോ ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത് നോക്കാം, ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് അല്ലെ, അതായത് ആംബുലൻസും അതിന്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ. ദെൻ റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ ഏരിയ. പിന്നെ അതുപോലെ തന്നെ ട്രയേജ് എന്ന് വെച്ചാൽ എന്താണ്? ട്രയേജ് ഇനി പഠിക്കാനുണ്ട്, വരുന്നുണ്ട്. മീൻസ് ഫസ്റ്റ് എന്താ പറയാ, അത്യാവശ്യം ആദ്യത്തെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു പെട്ടെന്നുള്ള ഉടൻ പരിചരണം കൊടുക്കുന്ന ഒരു ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഉടൻ പരിചരണം കൊടുക്കുന്ന ഒരു ഏരിയയാണ് ട്രയേജ്. ദെൻ വെയിറ്റിംഗ് ഏരിയാസ്, വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതായത് എന്താണ് മീൻസ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളും മറ്റും അങ്ങനെയുള്ള മീൻസ് ആ ഒരു ഏരിയ. ദെൻ റെസോസിയേഷൻ ഏരിയ എന്ന് വെച്ചാൽ എന്താണ് മീൻസ് പുനരുജ്ജീവന ഏരിയ, മീൻസ് പ്രവർത്തനങ്ങള് ആ ഒരു ആൾക്ക് ചികിത്സയൊക്കെ നൽകുന്ന ഒരു ഏരിയ. ദെൻ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ ഒരു ഏരിയ. നോൺ ആംബുലന്റ് പേഷ്യൻസ്, അതായത് എന്താണ് പറയുന്നത്, നമ്മള് ഇപ്പൊ പെട്ടെന്ന് തീവ്ര പരിചരണം കൊടുക്കാന്നൊക്കെ പറയില്ലേ, ഇപ്പൊ ചിലപ്പോ ശ്വാസതടസ്സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏരിയ. മീൻസ് അവിടെ എന്തൊക്കെ ഉണ്ടാവും, പരിശോധിക്കുന്നതിനായിട്ടുള്ള ഉപകരണങ്ങളും മറ്റും നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഉപകരണങ്ങൾ, ഓക്സിജൻ മാസ്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. ഇപ്പൊ അങ്ങനെയുള്ള CPR ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയക്ക് ഇല്ലേ, അതൊക്കെയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ഏരിയ മീൻസ് ചികിത്സ നൽകുന്ന ഒരു ഏരിയ. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്,
സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളുടെ അവർ ആ വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻസ്. ഫോർത്ത് ഏതായിരുന്നു? റെസ്ക്യൂ സിസ്റ്റം ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവന ഏരിയ. പുനരുജ്ജീവിപ്പിക്കൂലേ, ചിലപ്പോ ആള് എന്താ പറയാ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് CPR ഒക്കെ നൽകിയിട്ട് ആളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ഏരിയ. ദെൻ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വാർഡിലൊക്കെ ഒരു സ്റ്റാഫ് സ്റ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഇരിക്കുന്ന ഒരിടം. മീൻസ് അവരുടെ റെക്കോർഡും ബുക്കുകളും എക്യുപ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അതാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് പേരുകൾ മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഉള്ളിൽ ഇമ്പോർട്ടൻസ് ഒന്നും ഏതൊക്കെയാണ് ആ സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. നമ്മൾക്ക് ആ ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണോ അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക പേരുകൾ. അപ്പോ ഇത്രയുമാണ് ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത് പേരുകൾ. അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം. അതർ ഏരിയയിൽ മറ്റു ഏരിയകളിൽ വരുന്നത് പ്രൊസീഡിയർ റൂം. എന്താ പ്രൊസീജിയർ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മോണിറ്ററുകളും അല്ലെങ്കിൽ മോണിറ്റർ സിസ്റ്റവും അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റൂംസ് ഒക്കെ അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ഇതിനൊക്കെയാണ് നമ്മൾ പ്രൊസീജിയർ റൂം എന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാല് ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ബോൺസ് ഹീൽ ചെയ്യാനും അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിക്കില്ലേ, ആ ഒരു ഇത്. ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻസ്. മറ്റു ഡ്രഗ് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരു ഏരിയ. ഐസൊലേഷൻ റൂം. എന്താണ് ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാല്? ഐസൊലേഷൻ റൂം കേട്ടിട്ടുണ്ടോ? ഐസൊലേഷൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഐസൊലേറ്റ് ചെയ്യുക, നിരീക്ഷണമാണ്. എങ്കിലും വേറെ എന്താ മീനിങ് പറയാ? ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട അല്ലെ? അതായത് മറ്റുള്ളവരിൽ നിന്നും മാറ്റിയിട്ട് പ്രത്യേക മുറികളിൽ താമസിക്കുന്നത്. ഇപ്പൊ കോവിഡ് ഒക്കെ വരുന്നപ്പോ അങ്ങനെയല്ലേ, ഐസൊലേറ്റഡ് ആയിട്ടല്ലേ? ആണോ? നമുക്ക് അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അല്ലെ. കോവിഡ് ഒക്കെ വരുന്ന ടൈമിൽ ഐസൊലേറ്റഡ് ആയിട്ടാണ് നമ്മൾ റൂമിലൊക്കെ പേഷ്യൻസിന് വെച്ചിരുന്നത്. ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താ ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് വെച്ചാല്? മീൻസ് അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയകൾ. സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റു സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ മെഡിസിൻസും മറ്റും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി. വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായിട്ടുള്ള മറ്റു ഏരിയകൾ. ലിനൻ റൂം. എന്താ ലിനൻ റൂം എന്ന് പറഞ്ഞാല്? അതായത് തുണികള്, ബെഡ്ഷീറ്റും മറ്റു പില്ലോ കവറുകളും ഹോസ്പിറ്റലിലെ മറ്റേ ക്ലോത്ത്സുകളും ടവൽസും അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിരിക്കുന്ന റൂമാണ് ലിനൻ റൂം എന്ന് പറയുന്നത്. മൊബൈൽ എക്യുപ്മെന്റ് ലൈക്ക് ട്രോളീസ്, വീൽ ചെയർ എക്സെട്ര. ആ വീൽ ചെയറും മറ്റു ട്രോളീസും അങ്ങനെയുള്ള മൂവബിൾ ആയിട്ടുള്ള മൊബൈൽ അല്ല കേട്ടോ, അവിടെ മൂവബിൾ ആണ് കേട്ടോ. അത് മാറ്റിയേക്കണേ. മൂവബിൾ എക്യുപ്മെന്റ്സ്, മൂവ് ചെയ്യാൻ പറ്റിയ എക്യുപ്മെന്റ്സിലെ, അതായത് ട്രോളീസ്, വീൽ ചെയർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ വെക്കുന്നത്. മൊബൈൽ എല്ലാം മൂവബിൾ. ഓക്കെ. അതും അടുത്തത് മൂവബിൾ എക്സ്റേ എക്യുപ്മെന്റ്. അതായത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൊബൈൽ മീൻസ് മൂവബിൾ തന്നെയാണ് പറയുമ്പോൾ ഇനി അത് ഡൗട്ട് വരരുതും. അതുകൊണ്ടാണ് മൂവബിൾ എന്ന് കൂടി ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞത്. ഓക്കെ. മൊബൈൽ തന്നെയാണ് വായിച്ചോളൂ. പക്ഷെ ഇനി ചിലവർക്കെല്ലാം ഡൗട്ട്സ് ഒന്നും വരരുതും. അതുകൊണ്ട് മൂവബിൾ എന്ന് കൂടി ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ക്ലീനേഴ്സ് റൂം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളും അങ്ങനെയുള്ള ലിക്വിഡ്സും മറ്റു ഐറ്റംസ് ഒക്കെ വെക്കുന്ന റൂമുകൾ. ഇതൊക്കെയാണ് അതേഴ്സ് ഏരിയയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയയിൽ. കുറച്ച് ഏരിയകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതർ ഏരിയയിലും കുറച്ച് ഏരിയകളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റ് ഫ്ലോയില് പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്നത്, അതായത് പേഷ്യന്റ് ഫ്ലോ. ഒരു പേഷ്യന്റ് എങ്ങനെയാണ് മീൻസ് നമ്മള് ഏത് ചാപ്റ്ററിലായിരുന്നു പഠിച്ചത്? നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? OP ചീട്ട് എടുത്തു, വെയിറ്റ് ചെയ്തു, കൺസൾട്ടിംഗ് റൂമിൽ ചെന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ ഫ്ലോ ചാർട്ട്? ഓക്കെ.
ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ഫ്ലോ ആണ് ഇവിടെ പറയുന്നത്. നോക്കാം. മെയിൻ ആയിട്ട് അഞ്ചിതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ട്രയേജ്, ദെൻ റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ദെൻ ഡിസ്ചാർജ്. അങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ഫ്ലോ വരുന്നത്. നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടോളൂ. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ദെൻ ഡിസ്ചാർജ്. അതിന്റെ ഫസ്റ്റ് ലെറ്ററുകൾ മാത്രം ഒന്ന് ഇവിടെ സൈഡിൽ ഒന്നിങ്ങനെ മീൻസ് നീളത്തിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. TR TRD ഒന്ന് സൈഡിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. ഇവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. TRD ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ഡിസ്ചാർജ്. ഇപ്പൊ തന്നെ പഠിച്ചിരിക്കുന്നു കേട്ടോ. അത് TRD എഴുതി എല്ലാവരും സൈഡില്. TRD പേഷ്യന്റ് ഫ്ലോ ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നോട്ട് തരാം കേട്ടോ, ഞാൻ നോട്ട്സ് തരാം. ഓക്കെ. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ്. വായിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് ഇന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാം. ഓക്കെ. വായിക്കാം, നോക്കാം. പേഷ്യന്റ് ഫ്ലോ. ഫസ്റ്റ് വൺ ട്രയേജ്. എന്താണ് ട്രയേജ് മീൻസ്? ട്രയേജ് കേട്ടിട്ടുണ്ടോ? ട്രയേജ് എന്നുള്ളൊരു ടേം ആരും കേട്ടിട്ടില്ല? ട്രയേജ് കുഴപ്പമില്ല, നോക്കാം. All patients should be triaged through a single point. അതായത് ട്രയേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ട്രയേജ് എന്ന് വിളിക്കുന്നത്. അറിയാൻ പാടില്ലാത്തവര് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ തന്നെ സൈഡിൽ ഒന്ന് എഴുതിയിട്ടോളൂ. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യ ചികിത്സ നൽകുന്ന പ്രക്രിയ. മലയാളത്തിൽ ഒന്ന് എഴുതിയിട്ടോളൂ, ഞാൻ നോട്ട് തരാം. ഓക്കെ, നോട്ട് തരാം കേട്ടോ. നോക്കാം. All patients should be triaged through a single point. അതായത് എല്ലാ രോഗികളെയും ഒറ്റ പോയിന്റിലൂടെ നിരീക്ഷിക്കുന്നു. അതായത് എന്താണ്? നമുക്ക് ഒറ്റ പോയിന്റിലൂടെ നിരീക്ഷിച്ചിട്ട് അതിനുള്ള ട്രയേജ് എന്താണോ ആദ്യം കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് അത് നൽകുക. എയിം ഓഫ് ട്രയേജ് ഈസ് ടു. ഇനി എന്താണ് ഈ ട്രയേജിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്? എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യന്റ് ഫോർ പ്രൊവൈഡിംഗ് optimum care consistent with their medical needed and ensuring efficient utilization of available resources. അതായത് എന്താണ്? രോഗികളുടെ അവരുടെ മെഡിക്കൽ നീഡിന് എന്താണോ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ നീഡ് അതിനനുസൃതമായിട്ടുള്ള കെയർ നൽകുവാനും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള റിസോഴ്സിന്റെ മീൻസ് അവിടെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഉറപ്പാക്കുന്നവരും അങ്ങനെ രോഗികളെ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യുക, തരംതിരിക്കുക. അതായത് എന്താണോ രോഗിക്ക് വേണ്ടത്, അപ്പോ അതിന് ഏത് എക്യുപ്മെന്റ് ആണ്? ഇപ്പോ ശ്വാസതടസ്സം ഉണ്ടായാക്ക് അല്ലെ, ആ ഒരു പേഷ്യൻസിന് ശ്വാസതടസ്സം ഉണ്ട്, അപ്പൊ തന്നെ എന്ത് വേണം? ഓക്സിജൻ ഇത് വേണം. അപ്പോ എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് ആ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക. അതാണ് ട്രയേജിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് രോഗിക്ക് വേണ്ടത്? മെഡിക്കൽ നീഡിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ വേണ്ടത് അതിനായിട്ടുള്ള റിസോഴ്സസുകൾ അവൈലബിൾ ആണ് അവിടെ അല്ലെ. അപ്പൊ അതനുസരിച്ച് പേഷ്യൻസിനെ എന്ത് ചെയ്യുക? സോർട്ട് ചെയ്യുക. അത് ട്രയേജ് എന്ന് പറയുന്നത്. നമുക്ക് ഷോർട്ടാക്കി നോട്ട് എഴുതാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോ ട്രയേജ്. സെക്കൻഡ് വൺ റിസപ്ഷൻ. റിസപ്ഷൻ നമുക്കറിയാം ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്സ് വിത്ത് ട്രയേജ് അല്ലെ. അതായത് നമുക്കറിയാം റിസപ്ഷൻ എന്ന് പറഞ്ഞാല് ഫ്രണ്ട് ഡെസ്ക് ആണ്. അതായത് പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയൊക്കെ നമ്മള് റിസപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ചോദിക്കുന്നതും എങ്ങനെയാണ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് റിസപ്ഷനിലാണ്. അപ്പോ അടുത്തൊരു പ്രവർത്തന ബന്ധമുണ്ട്. ഒരു ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. അപ്പോ ഏറ്റവും നമ്മളിപ്പോ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോ നമ്മൾ റിസപ്ഷനിൽ പോയി ചോദിക്കാറുണ്ട്, ഇന്ന പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ റിസപ്ഷനിൽ അവരാണ് പറയുന്നത് ആള് ICUലാണ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലാണ്, ഇന്ന വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് പേഷ്യൻസ് ആയിട്ടുള്ളൊരു ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഈ ഒരു
ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിസപ്ഷൻ ഉണ്ട് ഇല്ലേ? നമ്മൾ റിസപ്ഷനിൽ പോയിട്ടല്ലേ ചോദിക്കാറ്, ആണോ? അങ്ങനെയാണോ? നമ്മള് അവിടെ കണ്ട ഒരു നേഴ്സിനോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ നേഴ്സിനെ അറിയാൻ പറ്റില്ല അല്ലെ? പക്ഷെ നമ്മൾ റിസപ്ഷനിൽ പോയിട്ടാണ് ഇന്ന പേഷ്യന്റിന്റെ പേര് പറയും, ഇന്ന ദിവസം വന്നു, അപ്പോ എവിടെയാണ് ഇപ്പൊ അഡ്മിറ്റ് ആയിരിക്കുന്നത്, അപ്പൊ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. Then, after triage, patients' details are recorded by the clerical staff. അല്ലെ? അതായത് ട്രയേജിന് ശേഷം ആദ്യം തന്നെ വന്നിട്ട് പേഷ്യൻസിനെ റിസപ്ഷനിൽ പോയിട്ട് പേര് എഴുതിയെടുക്കാണെന്ന് നിൽക്കില്ല അല്ലെ? എമർജൻസി ആയിട്ട് കൊണ്ടിരുന്ന പേഷ്യൻസിന് ഫസ്റ്റ് നൽകുന്നത് ട്രയേജ് ആണ്. ട്രയേജിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും മറ്റും ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. A new medical record is either raised or old or retrieved. അതായത് ഇപ്പൊ ഒരു പുതിയൊരു ആൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഒരു പുതിയൊരു എന്താണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് റേസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉയർത്തുക മീൻസ് ഒന്നുകൂടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് എടുക്കുകയോ അല്ലെങ്കിൽ ഓൾഡ് വൺ റിട്രൈവ്ഡ് ചെയ്യും, വീണ്ടെടുക്കുകയോ ചെയ്യും. പഴയ ഓൾറെഡി ഉള്ള സ്റ്റാഫ് ആണെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടി അത് വീണ്ടെടുക്കും അല്ലെ? നമ്മളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചീട്ട് എടുപ്പിക്കും. പുതിയൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഒരു പുതിയൊരു ചീട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നു. ജസ്റ്റ് റിസപ്ഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ. മൂന്നാമത്തത് ട്രീറ്റ്മെന്റ്. Patients may be directed to resuscitation area, acute treatment area, consultation, fast track area, medical imaging or waiting area based on emergency treatment is initiated. അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സ കൊടുക്കുന്നത്. പേഷ്യന്റ് ബി ഡയറക്റ്റഡ്, പേഷ്യൻസിന് ഡയറക്റ്റ് ആയിട്ട് ചികിത്സ കൊടുക്കുന്ന ഏരിയകൾ ഏതൊക്കെ ഏരിയകളാണ് അതിൽ ഉൾപ്പെടുത്തിയതാണ് പറയുന്നത്. റിസ്യൂസേഷൻ ഏരിയ മീൻസ് എന്താണ്? റിസ്യൂസേഷൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവന ഏരിയ, നമ്മൾ പറഞ്ഞു CPR ഒക്കെ കൊടുക്കുന്ന അത്തരത്തിലുള്ള ഏരിയകൾ. അതുപോലെ തന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ മീൻസ് പെട്ടെന്നുള്ള എന്താണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർക്കൊരു എന്താണ് ഒരു തീവ്ര പരിചരണ വിഭാഗം എന്നൊക്കെ പറയാം അല്ലെ? അതായത് ഗുരുതരമായിട്ട് വരുന്ന ഒരു പേഷ്യൻസിന് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പരിചരണം. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ, നമ്മൾ ആ ഒരു ഏരിയ. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ. ഫാസ്റ്റ് ട്രാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് ഏരിയ മൈനർ കെയർ ഏരിയ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം അല്ലെ? ഫാസ്റ്റ് ട്രാക്ക് ഏരിയ എന്ന് പറഞ്ഞാല് നമ്മൾ കൊണ്ടുവന്നിട്ട് ആ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരു ഏരിയ. മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ. അതായത് മെഡിക്കൽ ഇമേജിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ. അതായത് ഇപ്പൊ ശരീരത്തിന്റെ എന്തെങ്കിലും ആന്തരിക അവയവങ്ങളുടെ ഒക്കെ, അതായത് ഇപ്പൊ നമ്മൾ എക്സ്റേ അങ്ങനെയുള്ള മീൻസ് ആന്തരിക അവയവങ്ങളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു ഏരിയ. സ്കാൻ എക്സ്റേ അങ്ങനെയുള്ള ഒരു ഏരിയ. വെയിറ്റിംഗ് ഏരിയ ബേസ്ഡ് ഓൺ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇനിഷ്യേറ്റഡ്. അതായത് എന്താണ്? ഇനിഷ്യേറ്റഡ് മീൻസ് എമർജൻസി ട്രീറ്റ്മെന്റ് ആരംഭിച്ചതിന് ശേഷം വരുന്ന ബാക്കി വരുന്ന ഏരിയകളാണ് ഈ ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത്. റീഇവാലുവേഷൻ. റീഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്തുക, വീണ്ടും ഇവാലുവേറ്റ് ഒന്നും കൂടിയൊക്കെ പരിശോധിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ്. ആൻഡ് ED പുനർവിലയിരുത്തൽ. ഓക്കെ, കറക്റ്റ് പ്രോപ്പർ മലയാളം ഉണ്ടാകുമ്പോൾ പുനർവിലയിരുത്തൽ, വീണ്ടും നിരീക്ഷിക്കുക എന്നൊക്കെയുള്ളത്. ഇനി നോക്കാം. An ED physician will re-evaluate patient condition after treatment and assess test result because the result may give them additional insight into the type of treatment you need. എന്താണ് ED എന്ന് പറഞ്ഞാല്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വന്നിട്ട് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഒന്ന് വിലയിരുത്തും. എങ്ങനെയാണെന്ന് റീഇവാലുവേറ്റ് ചെയ്യും അല്ലെ? ഒന്നുകൂടി വീണ്ടും വിലയിരുത്തും. അത് പരിശോധിക്കും, ആക്സസ് ചെയ്യും. ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അഡീഷണൽ ആയിട്ടുള്ള സൂക്ഷ്മ ഇൻസൈറ്റ് ടു ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ? ട്രീറ്റ്മെന്റ് യു നീഡഡ്. യുവിന്റെ അവിടെ പേഷ്യന്റ് ആണ്, മീൻസ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോ റിസൾട്ടുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ ഒന്നും കൂടി ചിലപ്പോൾ ഇത്ര ദിവസം കൂടി ഒന്ന് അഡ്മിറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സൂക്ഷ്മമായിട്ട് ഒന്നും കൂടി ഇൻസൈറ്റ് എന്ന് വെച്ചാൽ സൂക്ഷ്മ അന്വേഷണമൊക്കെ കുറച്ചുകൂടി ഒക്കെ നടത്തി ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഈ ഫിസിഷ്യൻ ഒന്ന് പറയും.
Then last one, discharge. Based on treatment, patient to be removed after stabilization. Patient ആള് മീൻസ് ഓക്കെ ആയി സ്റ്റേബിൾ ആയി സ്ഥിരതയിലേക്ക് എത്തി എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. All patients receive written home care instruction to follow when discharged. Referral can be made based on facility of hospital and patient condition if needed. അതായത് ഇപ്പോ ഓൾ പേഷ്യൻസ് റിസീവ് റിട്ടേൺ ആയിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസും ഹോം കെയറിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. അതായത് നമ്മള് ഇപ്പോ റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ നമ്മൾ റെഫറൽ ചെയ്യുന്നത്, അതായത് ആൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പൊ ഫെസിലിറ്റീസ് കാര്യങ്ങളും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കണ്ടീഷൻ ആ ഒരു അവസ്ഥ എന്താണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിനെ റെഫറൽ ചെയ്ത് കൊടുക്കുന്നത്. മീൻസ് ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണോ അത് അനുസരിച്ചിട്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ഫ്ലോയിൽ വരുന്നത്. TR D. ഓക്കെ, പഠിച്ച എല്ലാവരും TR D ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പേര് മാത്രം ഒന്ന് പഠിക്കുക. TR D, ട്രയേജ്, റിസപ്ഷൻ, പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ദെൻ ഡിസ്ചാർജ്. ഈ അഞ്ചെണ്ണം ഒന്ന് പെട്ടെന്ന് ഒന്ന് പഠിച്ചു നോക്കിയേ, പേര് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇത്രയും പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജസ്റ്റ് ചെറിയൊരു നോട്ട് പോലെ ഒന്ന് എഴുതാം. ഓക്കെ, ഇത് നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ എല്ലാവരും. നോട്ട്ബുക്കും പെന്നും എടുക്കുക. ഓക്കെ, നോട്ട്ബുക്ക് എടുത്ത എല്ലാവരും ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി. സ്റ്റാർട്ട് ചെയ്ത് എഴുതി തുടങ്ങിയ എല്ലാവരും. എവിടെ പോയി? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡിങ് കൊടുക്കുക, ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക. ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡിങ് കൊടുക്കോളൂ. ഓക്കെ, ദെൻ ഇനി അതിന്റെ താഴെ നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ പോയിന്റും ജസ്റ്റ് ഒരു സ്റ്റാർ പോയിന്റ് ഇട്ടോ അങ്ങനെ ഒന്ന് എഴുതി പോവാം കേട്ടോ. ഒരു ആരോ വരച്ച് സ്റ്റാർ പോയിന്റ് എഴുതിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. Emergency department is first point ആണ്. Emergency department is the first point of the emergency department is first point of contact for the first point of contact for
any critically ill patient, the emergency department is the first point of contact for any critically ill patients. അത്ര എഴുതി എല്ലാവരും? ഫസ്റ്റ് പോയിന്റ് എഴുതി കഴിഞ്ഞോ? സെക്കൻഡ് പോയിന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അടുത്തൊരു സ്റ്റാർ ഇടാം. എന്നിട്ട് സെക്കൻഡ് എഴുതിക്കോളൂ. ഓപ്പൺ 24 hours a day. Open 24 hours a day. Open 24 hours a day. Then അടുത്തൊരു സ്റ്റാർ പോയിന്റ് ഇടാം. Located on ground floor. Located on ground floor. Located on ground floor. Then അടുത്ത സ്റ്റാർ ഇടാം. എഴുതിക്കോളൂ. Treats people with, ഏതൊക്കെ അസുഖങ്ങളുള്ള പേഷ്യൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ട്രീറ്റ്സ് പീപ്പിൾ വിത്ത്. രണ്ട് എക്സാമ്പിൾ എഴുതിക്കോളൂ. മേജർ ട്രോമ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, സ്ട്രോക്ക്. മൂന്നെണ്ണം എഴുതാട്ടോ എക്സാമ്പിൾ ആയിട്ടെ. ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഏകദേശം എന്താണെന്നുള്ളൊരു മീൻസ് എന്തൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് ജസ്റ്റ് ആ ഒരു അത്രയും പോയിന്റ് വായിച്ചാൽ മതി. ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ഫങ്ഷണൽ ഏരിയയും അതുപോലെ തന്നെ അതർ ഏരിയയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലെ? ഇനി പേഷ്യന്റ് ഫ്ലോ എഴുതണ്ടല്ലോ. TRD കേട്ടോ. Then ട്രയേജ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ട്രയേജ് എന്താണെന്ന് എഴുതിക്കോളൂ. ട്രയേജ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പറയാ, എഴുതണ്ട. ഈ ട്രയേജ് എന്നുള്ളൊരു ടേം വന്നത് ഫ്രഞ്ച് വേർഡാണ്. ട്രയേജ് എന്നുള്ളത് അതിന്റെ മീനിങ്സ് എന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സോർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. കണ്ടോ, സോർട്ട് ആണ് ട്രയേജ്. മീൻസ് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് അത് ഒറിജിൻ ചെയ്യുന്നത്. അതിന് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്, ചൂസ് ഓർ സോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് മീനിങ്. അതൊന്നും എഴുതണ്ട, കുഴപ്പമില്ല. നമുക്ക് ട്രയേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. എഴുതണ്ട, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ട്രയേജ് എന്നുള്ളൊരു ടേം വന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഫ്രഞ്ച് മീൻസ് ഒരു ഫ്രഞ്ച് വേർഡാണ് ട്രയേജ് എന്നുള്ളത്. അത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സോർട്ട് ചെയ്യുക എന്നാണ് മീനിങ്. എഴുതണോ അത്? നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളത്. എഴുതണ്ട, അത് എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ട്രയേജ് എന്താണെന്ന് വെച്ച് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇല്ല, എക്സാമിനൊന്നും വരില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി ജസ്റ്റ് എന്താണെന്നത് ഇനി പറയാൻ പോകുന്നത് എഴുതിയെടുത്തോളൂ. ദ ഓർഡർ എഴുതിക്കോളൂ കേട്ടോ. ട്രയേജ് എന്താണത്? ദ ഓർഡർ in which the order in which
multiple patients, the order in which multiple patients require care and monitoring. Require care and monitoring. അത്രയും മതി. ഒന്നുകൂടെ പറയണോ? In order in which multiple patients require care and monitoring. ഓക്കെ, എത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 2 ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കഴിയും. ഫസ്റ്റ് മൊഡ്യൂളിലപ്പോ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയില്ല. ഇത് നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ? കംപ്ലീറ്റ് ആയില്ലേ? നമുക്ക് ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എടുക്കാനായിട്ട്. ഓക്കെ അപ്പൊ അതാണ് ടീച്ചർ പെട്ടെന്ന് തുടങ്ങിയത് കേട്ടോ. ഇത് കുഴപ്പമില്ല, ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? എങ്ങനെ? അത്യാവശ്യം നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും കാഷ്വാലിറ്റിയിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മള് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വർക്കിംഗ് കാര്യങ്ങള്, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ സൂക്ഷിക്കുന്ന സ്റ്റാഫ് റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ്, കുറച്ച് ഫങ്ഷൻസും അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വലിയ പാടൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഈ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് കഴിഞ്ഞ നോട്ട്സ് ഞാൻ തരാം കേട്ടോ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ തരാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് തീർക്കണം നമുക്ക്, അല്ലെ? ഫസ്റ്റ് മൊഡ്യൂൾ എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുത്തെ അത്രയും മനസ്സിലായോ എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് വായിച്ച അത്യാവശ്യം മനസ്സിലാക്കിയൊക്കെ വെക്കാം. ഒട്ടും തന്നെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ് വന്നതിലും മുൻപായിട്ട് ജസ്റ്റ് അപ്പൊ തൊട്ട് മുമ്പെങ്കിലും എന്ത് ചെയ്യാം, അതുവരെ ഉള്ളതൊന്ന് വായിച്ചു നിർത്താം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യാതൊരു കണ്ടിന്യൂഷനും കിട്ടില്ല. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.